എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് പഴയ ടീഷർട്ടിൽ നിന്നും എങ്ങനെ നമുക്ക് നല്ല ഭംഗിയുള്ള രണ്ട് ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ രണ്ട് ഹെയർ ബാൻഡ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് ആദ്യത്തെ ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്, ഗ്രീൻ കളറിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ചു നീട്ടുക. അതിനുശേഷം ഈ പീസിൻ്റെ രണ്ട് സൈഡും മടക്കിയിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ചേർത്തൊട്ടിക്കുക. അങ്ങനെ ഞാൻ മുഴുവനും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ചേർത്തിട്ട് ഒന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ മടക്കി ഒട്ടിക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. നമുക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ തോന്നത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അടുത്തതായിട്ട് ഈ ബാൻഡിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത ടീഷർട്ടിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഞാനിങ്ങനെ കുറച്ചധികം കട്ട് ചെയ്തെടുത്തു, ഇതുപോലത്തെ സർക്കിൾ ഷേപ്പിലുള്ളത്. അതിനുശേഷം ഇതുപോലെ നാലായിട്ട് മടക്കുക. അങ്ങനെ എല്ലാം നാലായിട്ട് മടക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു സർക്കിൾ ഷേപ്പിലുള്ള ആ ഒരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ലെയർ ഒട്ടിച്ചു. ഇനി അടുത്ത ലെയറും ഇതുപോലെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിലാക്കിയെടുക്കുക. ഓക്കെ, ഇനി ഈ ഫ്ലവർ നമുക്ക് ഈ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹെഡ് ബാൻഡ് റെഡി. ഇത് നമുക്ക് ബേബീസിനൊക്കെ ആയിരിക്കും കൂടുതൽ സ്യൂട്ട് ആവുക. ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ മറ്റൊരു ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഇങ്ങനെ ഒരു 5 പീസസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇനി നമുക്കിതൊന്ന് എല്ലാം ഇങ്ങനെ വലിച്ചു നീട്ടി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരും. ഇനി നമുക്ക് ഈ 5 പീസസ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് തുന്നിക്കൊടുക്കാം. ഞാനിപ്പോൾ സൂചി നൂലും യൂസ് ചെയ്തിട്ടാണ് തുന്നിക്കൊടുക്കുന്നത്. അതിനുശേഷം ഈ ലൂപ്പുകളെല്ലാം കൂടി ഒന്ന് ഒരു സ്ഥലത്തൊന്ന് സ്റ്റിക്കർ വെച്ചിട്ടൊന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ടിപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്തെടുക്കുക.
ഇനി നമുക്ക് ഹെയർ ബാൻഡിന് എത്രത്തോളം നീളം വേണോ അതുവരെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഹെയർ ബാൻഡിൻ്റെ രണ്ടറ്റങ്ങളും തമ്മിൽ ഒന്ന് തുന്നിക്കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു തുന്നിയ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഒട്ടിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പോട് കൂടി ഇന്നത്തെ DIY ഹെയർ ബാൻഡ് മേക്കിംഗ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് യാതൊരു ചിലവുമില്ല. വീട്ടിലുള്ള പഴയ ടീഷർട്ടൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്